അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിമിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതയ്സീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി കുല്ലിഹാ വഅസ്വബിഹാ വഅസ്വാഹാ ഫഇന്നക അലാ മാ തശാഉ ഖദീർ വബിൽ ഇജാബത്തി ജദീർ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ശർറിൻ വതുഹദ്ദിറുനാ മിൻഹു ഫസ്രിഫ്ഹു അന്നാ യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. യാ റബ്ബൽ ആലമീൻ വയാ അർഹമർ റഹീമീൻ. അപ്പോൾ ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉണ്ടാക്കിയ മുഹറർ, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുഹറർ മുഫ്തിമാർക്ക്, മുദരിസുമാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഒക്കെ ഒരു അവലംബമാക്കാൻ പറ്റിയ കിതാബാണ്. താലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു സംഗതി, മുഫ്തി, മുദരിസ്, മുതഅല്ലിം തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഫിഖ്ഹില് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ മദ്ഹബിൽ ഇഖ്തിലാഫിയായ വിഷയത്തിൽ മുഅ്തമദ്, അസഹ്, സഹീഹ് അതൊക്കെ ഏതാണെന്ന് വ്യക്തമായി പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും അധികം ഗൗനിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിനെ പറ്റിയ കിതാബാണ് മുഹറർ എന്ന് പറഞ്ഞിട്ട് മുഹററിന്റെ കുറെ ഫളീലത്തുകൾ പറഞ്ഞു, മുഹററിന്റെ മഹത്വം പറഞ്ഞു. അതുകൊണ്ടാണ് മുഹററിനെ അവലംബമാക്കിക്കൊണ്ട് ഞാൻ മിൻഹാജ് ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പൊ ഇമാം നവവി തങ്ങൾ പറഞ്ഞു വരുന്നത്. ഇത്രയും പറഞ്ഞിട്ട് മുഹററിനെ വർണ്ണിച്ച്, അപ്പൊ ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉടലെടുക്കും. ഇത്രയും നല്ലൊരു കിതാബാണ് മുഹറർ എങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ ഒരു ഇഖ്തിസാർ ചെയ്യാനും അതിനെ ഒന്ന് ചെറുതാക്കാനും അതിനൊക്കെ പോകുന്നത്? എന്തിന്? അത് തന്നെ പോരെ എന്ന് ഒരു സംശയം ഇവിടെ വരുന്നത് കൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതിന് മറുപടി പറയുന്നു, ലാകിൻ ഫി ഹജ്മിഹി കിബറുൻ അൻ ഹിഫ്ളി അക്സരി അഹ്ലിൽ അസ്ർ. ലാകിൻ എന്നാൽ ഫി ഹജ്മിഹി, ഈ മുഹററിന്റെ വലിപ്പത്തിലുണ്ട്. മുഹറർ കുറച്ച് വലിയ കിതാബാണ്, കുറച്ച് വലിപ്പം കൂടിപ്പോയിട്ടുണ്ട്. അതിലുണ്ട് കിബറുൻ, അതിന്റെ കട്ടിയിൽ ഒരു വലിപ്പമുണ്ട്. അൻ ഹിഫ്ളി അക്സരി അഹ്ലിൽ അസ്ർ, ഇക്കാലഘട്ടക്കാരിൽ അധിക പേർക്കും കാണാതെ പഠിക്കുക. റാഗിബീന ഫി ഹിഫ്ളി മുഖ്തസറിൻ ഫിൽ ഫിഖ്ഹ്, ഫിഖ്ഹിൽ ഒരു മുഖ്തസറായ ഒരു ചെറിയ കിതാബ് കാണാതെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇക്കാലഘട്ടക്കാരിൽ അധിക പേർക്കും ഒരു പ്രയാസവും വലുപ്പവും ഒക്കെയാണ് മുഹറർ. കാരണം മുഹറർ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്, മുഖ്തസറാണ്. ഷാഫി ഫിഖ്ഹില് മുഅ്തമദാക്കാൻ വേണ്ടി പറ്റുന്ന മുഖ്തസറായ കിതാബുകളിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷെ ആ മുഖ്തസർ തന്നെ കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. ആ കുറച്ച് വലിപ്പം അത് ആർക്കാ വലിപ്പം? കാലഘട്ടക്കാരിൽ അധിക പേർക്കും അത് ഹിഫ്ലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അല്ലാണ്ട് ഇക്കാലത്തിലുള്ള എല്ലാവർക്കും അത് പ്രയാസമൊന്നുമല്ല. അങ്ങനെ പറയാനും പറ്റൂലല്ലോ.
എന്താ പൂർണ്ണമായിട്ടും ഹിഫ്ലാക്കാൻ വേണ്ടി സാധിക്കുന്നവരുണ്ടാവൂലേ? ഉണ്ടാകാം. എത്ര വലിയ അത്ഭുതകരമായ കുവ്വത്ത് ഹാഫിള, ഓർമ്മശക്തിയുള്ള പലരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ധാരാളം നിങ്ങളൊക്കെ കാണുന്നില്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടാകാം. അപ്പൊ കുവ്വത്ത് ഹാഫിളുള്ള ആൾക്ക് മുഹറർ അങ്ങനെ തന്നെ ഹിഫ്ലാക്കുക എന്നുള്ളത് പ്രയാസമല്ല. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കൂല. അക്സർ അഹ്ലുൽ കഴിയൂല, കാലഘട്ടക്കാരിൽ അധികവും കഴിയില്ല. ചിലപ്പോ ഞമ്മക്കെല്ലാം കഴിഞ്ഞേക്കുമല്ലേ? നമുക്ക് കഴിയുന്നു, നമ്മുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഒരു പേജ് ഹിഫ്ലാക്കാൻ വേണ്ടി നമുക്ക് കഴിയോ? ഒരു പേജ് ഹിഫ്ലാക്കാൻ വേണ്ടി നമുക്ക് കഴിയൂല. എന്നിട്ടല്ലേ മുഹറർ ഹിഫ്ലാക്കാൻ ഉണ്ടാകാം. ഞാൻ ആക്ഷേപിച്ചത് മനസ്സിലാക്കല്ലേ? റഹ്മാനികളിലെ കൂട്ടത്തിൽ ഈ കിതാബ് കേൾക്കുന്ന മക്കളെ കൂട്ടത്തിൽ നല്ല കുവ്വത്ത് ഹാഫിള ഉള്ളവരുണ്ടാകാം. ഞാൻ എല്ലാരെയും അടിച്ചാക്ഷേപിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കിപ്പെടണം. ഇമാം നവവി തങ്ങളെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും സാധാഗതിയിൽ ഹിഫ്ള് എന്ന് പറഞ്ഞ സാധനം തീരെയില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇമാം നവവി തങ്ങളെ പറയുന്നത് ഷാഫി ഫിഖ്ഹിൽ ഒരു ചെറിയൊരു മുഖ്തസറായ ഒരു കിതാബ് ഹിഫ്ള് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഇക്കാലഘട്ടക്കാരിലെ അധിക പേർക്കും മുഖ്തസർ ഹിഫ്ളാക്കല് കുറച്ച് വലിപ്പം തന്നെയാണ്. ഇല്ലാ ബഅദു അഹ്ലിൽ ഇനായാത്തി, അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത ചില ആളുകൾ ഒഴിച്ച് അവർക്ക് അതൊന്നും പ്രയാസമല്ല. അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത കുവ്വത്ത് ഹാഫിള് കൊടുത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് മുഹററും അതിനപ്പുറവുമുള്ളത് ഹിഫ്ലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അത് അല്ലാഹു തആല കൊടുക്കുന്ന തൗഫീഖാണ്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇല്ല ബഅദു അഹ്ലിൽ ഇനായാത്തി മിൻഹും, അവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അർ-റാഗിബീന ഫീ ഹിഫ്ളി മുഖ്തസരിൻ ഫിൽ ഫിഖ്ഹ്, അല്ലെങ്കിൽ അഹ്ലുൽ അസ്ർ, അതിലേക്കും മടക്കിക്കോ. കാലഘട്ടക്കാരിൽ നിന്ന് അല്ലാഹു തആല ഇനായാത്ത് കൊടുത്ത ചിലര്, രണ്ടിലേക്കും ദമീർ മടക്കിക്കും. മിൻഹും. അപ്പോൾ ഫലാ യക്ബറു, അപ്പൊ അവർക്ക് വലിപ്പാവൂല എന്ന് പറഞ്ഞാല് ഫലാ യഅ്ളമു അലൈഹി ഹിഫ്ളുഹു, അവർക്കത് ഹിഫ്ലാക്കൽ വലുതായിട്ട് തോന്നൂല. അല്ലാഹു തആല ഇനായത്തും അല്ലാഹു തആല പ്രത്യേകമായ തൗഫീഖും റഹ്മത്തും ഒക്കെ ചെയ്ത ചില ആളുകൾക്ക് ആ ഹിഫ്ലാക്കുക എന്നുള്ളത് അത് പ്രയാസകരമല്ല, അവർക്കൊരു വലിയ കാര്യമൊന്നുമല്ല. അല്ലാത്ത സാധാഗതിയിൽ ഷാഫി ഫിഖ്ഹിൽ ഒരു മുഖ്തസർ ഹിഫ്ലാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ കാലഘട്ടക്കാരിൽ അധിക പേർക്കും മുഹറർ ഹിഫ്ലാക്കാൻ വേണ്ടി സാധിക്കൂല, കുറച്ച് അത് വലിപ്പം കൂടിപ്പോയത് കൊണ്ട്. അപ്പോൾ ഫറഅയ്തു ഇഖ്തിസാറഹു, അപ്പൊ മുഹററിനെ ഒന്ന് ഇഖ്തിസാർ ചെയ്ത് ഒന്ന് ചുരുക്കാൻ വേണ്ടി ഞാൻ അഭിപ്രായപ്പെട്ടു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് തോന്നി. റഅയ്തുവിന്റെ മൈനെന്താ? മിനർ റയ്യി ഫിൽ ഉമൂരിൽ മുഹിമ്മ, പ്രധാനപ്പെട്ട സംഗതികളിൽ ഉള്ള റയ്യി, പ്രധാനപ്പെട്ട സംഗതികൾ ചിന്തിക്കുന്നതിൽ ഉള്ള റയ്യാണിത്. ആ റൂയത്താണ്, എന്നല്ലാണ്ട് കണ്ണുകൊണ്ട് കണ്ടെന്നല്ല. അതുകൊണ്ടാണ് റഅയ്തുവിന് നമ്മൾ എന്താ മൈന വെച്ചത്? അഭിപ്രായപ്പെട്ടു, അല്ലാണ്ട് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ല. മുഹിമ്മായ സംഗതികൾ ചിന്തിക്കുക, അച്ചിന്തിക്കുക എന്നതിനുപയോഗിക്കുന്ന റൂയത്താണ്. ഫറഅയ്തു ഇഖ്തിസാർ ബി അല്ലാ യഫൂത ശൈഉൻ മിൻ മഖാസിദിഹി, മുഹററിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യരുത്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുഹററിന്റെ ഓരോ സംഗതിയും പറയുമ്പോൾ ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എന്താണോ ലക്ഷ്യമിട്ടത് അതൊക്കെ ആ നിലക്ക് നടക്കുകയും വേണം. അതിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അസ്ല് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അതിനെ ഒന്ന് ഇഖ്തിസാർ ചെയ്യുക എന്നല്ലാതെ ഏതെങ്കിലും പകുതി കൊണ്ടുപോയിട്ട് കുറെ വലിച്ചു കളഞ്ഞിട്ട് അതിനെ ചെറുതാക്കുക, ചുരുക്കുക, അതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ല.
ബി അല്ലാ യഫൂത ശൈഉം മിൻ മഖാസിദിഹി ഫീ നഹ്വി നിസ്ഫി ഹജ്മിഹി. കണ്ട, ഫീ നഹ്വി നിസ്ഫി ഹജ്മിഹി, അതിന്റെ വലിപ്പത്തില് അതിന്റെ കട്ടിയില് ഏകദേശം പകുതിയിൽ. നഹ്വു നിസ്ഫ് എന്ന് പറഞ്ഞാല് ഏകദേശം പകുതി. അപ്പൊ മുഖ്തസറിനെ ഒന്ന് നേർ പകുതിയാക്കുക, ഏകദേശം പകുതിയാക്കുക, എന്നാ ഹിഫ്ള് ചെയ്യാൻ എളുപ്പാവും. ഫി നഹ്വി നിസ്ഫി ഹജ്മിഹി, അതെന്തിനാ ഫി നിസ്ഫി ഹജ്മിഹി എന്ന് പറയാണ്ട് നഹ്വ് നിസ്ഫ് പറഞ്ഞത്? ഹുവ സാദിഖുൻ ബിമാ വഖഅ ഫിൽ ഖാരിജി മിന സിയാദത്തി അല നിസ്ഫി ബിയസീരിൻ. ഹുവ സാദിഖുൻ, ഈ നഹ്വ് നിസ്ഫ് ഹജ്മ് എന്നതുകൊണ്ട് എന്ന വാക്ക് അത് ശരിയാകും. ബിമാ വഖഅ ഫിൽ ഖാരിജ്, ഈ ഖാരിജിൽ വന്നതിൽ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിത്തീർന്ന ഒന്നുണ്ട്, അതിനാണ് ഖാരിജിൽ മാ വഖഅ എന്ന് പറയാം. ഇമാം നബവി തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച സംഗതി ഉണ്ടായിട്ടുണ്ട്, അതിനാണ് മാ വഖഅ ഫിൽ ഖാരിജ്. ഇപ്പോൾ ഈ പുറത്ത് വന്നതിൽ അതെന്താ, അതുകൊണ്ട് സാധിക്കാവും. അതെന്നാ പിന്നെ സിയാദത്തി അല നിസ്ഫി ബി യസീർ, നിസ്ഫിനേക്കാൾ അല്പം അധികമായി പോയിട്ടുണ്ട്. നിസ്ഫിനേക്കാൾ അധികം, കുറച്ച് അധികമായി പോയിട്ടുണ്ട്. അപ്പം വെറും ഫി നിസ്ഫി ഹജ്മിഹി എന്ന് പറഞ്ഞാൽ എന്തായി പോവാ? വാക്ക് ശരിയാകാണ്ട് പോവല്ലോ. കാരണം നേരെ പകുതി അല്ലല്ല, എന്തുണ്ട്, നേരെ പകുതിനേക്കാൾ കുറച്ച് അധികം ഉണ്ട്. അപ്പൊ നേരെ പകുതിനേക്കാൾ കുറച്ച് അധികം ഉണ്ടാകുമ്പോ അവിടെ സൂക്ഷിച്ച് പദങ്ങൾ ഉപയോഗിക്കാവൂ. നമ്മളെപ്പോലെ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരല്ല ഈ മഹത്തുക്കള്. മഹാന്മാരായ ഇമാം നവവി തങ്ങളെ പോലുള്ള ഫുഖഹാക്കള്, ഉലമാക്കള്, അവരോടൊക്കെ ഓരോ കലിമത്തും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെപ്പോലെ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും തോന്നിയത് പറയുന്നവരൊന്നും ആയിരിക്കൂല. നിങ്ങൾ കേട്ടില്ലേ നേരത്തെ, അൻ ഹിഫ്ളി അക്സരി അഹ്ലിൽ അസ്ർ, അങ്ങനെ ഇത്ര സൂക്ഷിച്ചാ പറഞ്ഞത്. ഇക്കാലഘട്ടക്കാരില് അധിക ആക്കും ഹിഫ്ളാക്കാൻ കഴിയൂല എന്നാ പറഞ്ഞത്. അധിക പേർക്കും ഹിഫ്ളാക്കല് വലിയ പ്രയാസമാണ് എന്നല്ലാണ്ട് എന്ത് പറഞ്ഞില്ല? അൻ ഹിഫ്ളി അഹ്ലിൽ അസ്ർ എന്ന് പറഞ്ഞില്ല. ഇക്കാലഘട്ടക്കാർക്ക് ഹിഫ്ളാക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇക്കാലഘട്ടക്കാരിൽ ആരെങ്കിലും ഉണ്ടാകുക, നല്ല കുവ്വത്ത് ഹാഫിള് ഉള്ള ഒരാളെങ്കിലും ഉണ്ടായാൽ മതിയല്ല. അപ്പൊ ആ വാക്ക് ശരിയാകാണ്ട് പോവല്ല. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അൻ അക്സരി എന്ന് ഒരു ലഫ്ള് അവിടെ ഉപയോഗിച്ചു. നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയില്ലേ? മിന്നഹമ്മി ഔ ഹുവ ഔ അഹമ്മു എന്ന് പറഞ്ഞത് വേറെയും പറഞ്ഞില്ല നേരത്തെ. ഫൈനൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി തആത്തി വ ഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്ത്. അവിടെ ഔലാന ഏതിന്റെ മേലെ അത്ഫ് ചെയ്തു എന്ന് പറഞ്ഞതാണ്. മിന്നഹമ്മിന്റെ മേലെ അത്ഫ് ചെയ്താന്ന് കാണ പറഞ്ഞില്ലേ? അതൊക്കെയാണ് ഫുഖഹാക്കള്. അവര് പറയുന്ന ഓരോ ലഫ്ളും അവർ ശ്രദ്ധിക്കും. അല്ലാഹു തആല ആ നിലക്ക് അവരെ ശ്രദ്ധിപ്പിക്കും. അങ്ങനെ അവരെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അത്രയും ശരിയായ രൂപത്തിലെ അവരൊക്കെ പറയുകയും എഴുതുകയും ചെയ്യൂ. അതുകൊണ്ടാണ് ഇവിടെ ഇമാം നബവി തങ്ങള് മുഹററിനെ നേരെ പകുതിയാക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞില്ല, മറിച്ച് ഏകദേശം പകുതിയാക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ആക്കിയപ്പം പുറത്ത് വന്നത് നിസ്ഫിനേക്കാൾ അധികമായിട്ടുണ്ട്. അപ്പൊ അവിടെ നിസ്ഫിനേക്കാൾ അധികം വന്നപ്പോ അവിടെ എന്ത് വേണം? നഹ്വ് നിസ്ഫ് എന്ന് പറയണം. ഏകദേശം പകുതി എന്ന് നഹ്വ് നിസ്ഫിന് അങ്ങനെ മൈന പറഞ്ഞു. ഏകദേശം പകുതി, പകുതി പോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതി. എന്നിട്ട് അതിനെ ഹിഫ്ളാക്കൽ എളുപ്പമാകാൻ അൽ മുഖ്തസരി, ഈ മുഖ്തസറിനെ ഹിഫ്ളാക്കൽ ആർക്ക്? ലികുല്ലി മൻ യർഗബു ഫീ ഹിഫ്ളി മുഖ്തസരിൻ, ഒരു മുഖ്തസർ ഹിഫ്ളാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും. അങ്ങനെ ഒരു ഷാഫി ഫിഖ്ഹില് മുഖ്തസറായ ഒരു കിതാബ് ഹിഫ്ളാക്കാൻ ആഗ്രഹിക്കുന്ന ബഅ്ളിനെ ഏത് സാധിക്കൂ? മുഹറർ സാധിക്കൂ.
കാരണം എന്താ, കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. അതേസമയം മിൻഹാജി ഫിഖ്ഹിൽ മുഖ്തസർ ഹിഫ്ദാക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും എളുപ്പമാവും. കാരണം എന്താക്കിയിട്ടുണ്ട്, മുഹററിനെ പകുതിയാക്കിയിട്ടുണ്ട്, ഏകദേശം പകുതിയാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഹിഫ്ദാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരവരെ പണിക്ക് പോട്ടു. അവർക്ക് ഒരു മുഖ്തസർ ഹിഫ്ദാക്കാൻ താല്പര്യമില്ല എന്നല്ലാണ്ട് പറയുന്നതാ. ഒരു മുഖ്തസർ ഹിഫ്ദാക്കാനുള്ള താല്പര്യം വേണം. റാഗിബീന എന്നാ പറഞ്ഞത്. നല്ല ആശയും ആഗ്രഹവും താല്പര്യവും ഒക്കെ വേണം. നമ്മളെപ്പോലെ നമുക്കതിനൊക്കെ വലിയ താല്പര്യമാണല്ലോ. അപ്പൊ നമ്മളെപ്പോലെ ഷാഫി ഫിഖ്ഹിൽ ഒരു മുഖ്തസർ ഹിഫ്ദാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇമാം നവവി തങ്ങളുടെ മിൻഹാജ് ഹിഫ്ദാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇലൈഹി ഇൻഷാ അല്ലാഹു തആല ഇലൈഹി, ആ മുഖ്തസറിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്ന ചില സംഗതികളോടുകൂടി, ആ മുഖ്തസറിൽ ചില സംഗതികൾ ഞാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ആ കൂട്ടിച്ചേർക്കുക കൂടി ചെയ്യും. എന്നിട്ടാണ് മുഖ്തസറിനെ എന്ത് ചെയ്യുന്നത്, പകുതിയോളമാക്കുന്നത്. ബിദാലിക്കൽ മുഖ്തസരി ബിമാ അദുമ്മുഹു ഇലൈഹി ഒന്നോടുകൂടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഒന്നോടുകൂടി ഞാൻ എന്താക്കൂന്ന്, ഒന്നോടുകൂടി അതിനെ ഞാൻ ചെറുതാക്കൂന്ന്. ഐ മസ്ഹൂബൻ ദാലിക്കൽ മുഖ്തസറു, ആ മുഖ്തസറ് ആ മുഖ്തസറോട് കൂടി ഉണ്ടാകുന്നുണ്ട്, അതിനോട് കൂടിച്ചേരും. ബിമാ, ആ ഒന്നിനെ ഞാൻ കൂട്ടിച്ചേർക്കും. ബിമാ, ഒന്നോടുകൂടി. അദുമ്മുഹു ഇലൈഹി, ആ ഒന്നിനെ മുഹററിലേക്ക് ഞാൻ ചേർക്കും. ഇൻഷാ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫി അസ്നാഇഹി, അത് മുഹററിന്റെ ഇടയിൽ, മുഹററിന്റെ കലിമത്തുകൾക്കിടയിൽ ചിലത് ഞാൻ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കുന്ന ആ സാധനത്തോട് കൂടിയാണ് നെഹ്വ് നിസ്ഫാകുന്നത്. മുഹററിന്റെ നെഹ്വ് നിസ്ഫാകുന്നത് മുഹററിനെ ചെറുതാക്കിയത് മാത്രമല്ല, മറിച്ച് അതോടുകൂടി ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ആ കൂട്ടിച്ചേർക്കുന്നത് മുഹററിൽ ഇല്ലാത്തതാണ്. വബിദാലിക കർവ മിൻ സലാസത്തി അർബായി അസ്ലിഹി, അതുകൊണ്ടാണ് അസ്ലി അഥവാ മുഹററിന്റെ 4/3 മുഹററിന്റെ 4/3 അടുത്തിട്ടുണ്ട് മിൻഹാജി. മുഹററിന്റെ 4/3 അടുത്തിട്ടുണ്ട് മിൻഹാജി. അതങ്ങനെ അടുക്കാൻ കാരണം എന്താ, മുഹറർ മാത്രം ചെറുതാക്കിയാണെങ്കിൽ അത്ര വരൂല. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തപ്പോ നേരെ പകുതിയോളം ആയി. എന്ന് പറഞ്ഞാൽ നേരെ പകുതിയിലധികം വന്നുപോയി. കമാഖീല, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പലരും എന്ത് പറഞ്ഞിട്ടുണ്ട്, മുഹററിന്റെ പകുതിയോളം അധികം ഉണ്ട്. പകുതിയോളം അധികം ഉണ്ട് എന്ന് പറഞ്ഞാല് മുഹററിനെ 3 ആക്കുക. എന്നാല് മുഹററിനെ 4 ആക്കുക. മുഹററിനെ 4 ആക്കിയാല് 3 ഭാഗമുണ്ട്, ഒരു ഭാഗേ കുറവുള്ളൂ. മുഹററിന്റെ എത്ര മെത്താൻ ഇനി ഒരു ഭാഗം കൂടിയുണ്ട്. 4/3 ഭാഗം ഉണ്ട് ഈ മിൻഹാജ്. മുഹററിന്റെ 4/3 വരും ഇമാം നവവി തങ്ങളുടെ മിൻഹാജ്. ആടെ കൃത്യമായിട്ട് 4/3 എന്നല്ലേ ആടെ ഒരു ലഫ്ദ് കണ്ട, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായി. കറുബ, വബിദാലിക കറുബ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിക്കൊള്ളുന്നില്ല, മുഹററിന്റെ 4/3 കൃത്യമായിക്കൊള്ളണമെന്നില്ല. അതിന് ഏകദേശം അത്ര വരും തന്നെ, നേരെ പകുതിയോളം വരും എന്ന് പറഞ്ഞു. ഇപ്പം പറയുന്ന 4/3 വരും കറുബ. അതും മഹാന്മാരായ ഫുഖഹായിന്റെ ലഫ്ലാണ്, ഒന്നും തറപ്പിച്ച് പറയാണ്ട്. കാരണം ഇപ്പൊ മുഹററിലെ ഹർഫുകളും ലഫ്ലുകളും ഒക്കെ
കൃത്യമായിട്ടൊരു കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എണ്ണി നോക്കിയിട്ട് 4ൽ 3 തന്നെയാണ് അല്ലെങ്കിൽ പകുതിയാണെന്നൊക്കെ ഇവിടെ പറയാൻ കഴിയും മെനക്കെട്ടാല് എനിക്കങ്ങനെ മെനക്കെട്ടത്തിന് സമയം കളയുന്നു. അതുകൊണ്ട് എന്ത് പറഞ്ഞ് ഏകദേശം 4ൽ 3 വരും, ഏകദേശം പകുതിയോളം വരും എന്നൊക്കെ പറഞ്ഞതിന്റെ മൈന ഏതാണ്? കമാക്കീല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പലരും അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പലരും അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? മിൻഹാജ് മുഹററിന്റെ 4ൽ 3 വരും എന്ന് കമാക്കീല. ആരോ പറഞ്ഞെന്നല്ല അവിടെ മൈന. ഫുഖഹായിന്റെ ഒരു ലഫ്ളാണ് കമാക്കീല. നേരത്തെ ഫത്ഹുൽ മുഈനിൽ ഒരു സ്ഥലത്ത് കമാക്കീല പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞപ്പോ നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടാവും കമാക്കീലിന്റെ മൈന പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നുഹ്ബയിൽ നിങ്ങളൊരു കമാക്കീല പഠിച്ചിട്ടില്ലേ? അപ്പൊ അവിടെയൊക്കെ കമാക്കീലിന്റെ അർത്ഥം ആരും അങ്ങനെ പറഞ്ഞെന്നല്ല, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് മുഹററില്ലാത്ത ചിലതൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കൂ. അവിടെയും പറഞ്ഞ് ഇൻഷാ അല്ലാഹു തആല. കണ്ടാ കാരണം ഞാനൊരു കാര്യം ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയരുത്, ഇൻഷാ അല്ലാഹ് പറയണം. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടെ എന്ത് പറഞ്ഞത്? ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആലാന്റെ തൗഫീഖ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഹററില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കൽ കൂടി വരുമ്പോൾ മുഹററിന്റെ 4ൽ 3 ഭാഗത്തോളം വരും മിൻഹാജി. ആ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും പ്രധാനപ്പെട്ട സംഗതികളാണ്. മുഹററില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കും എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പറഞ്ഞത് അത്രയും പ്രധാനപ്പെട്ട സംഗതികളാണ് ആ കൂട്ടിച്ചേർക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് അതാണ് ഇനി വിശദീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തപ്പോ മുഹററിന്റെ 4ൽ 3 ഭാഗത്തോളം വന്നു മിൻഹാജി. അപ്പൊ അങ്ങനെയായിട്ട് ഈ മുഹററിനെ ഞാൻ ഇഖ്തിസാർ ചെയ്തതിന്റെ കാരണം എന്താ? ഷാഫി ഫിഖ്ഹില് ഒരു മുഖ്തസറായ കിതാബ് കാണാതെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എളുപ്പമായി കിട്ടാൻ. അപ്പൊ നമ്മളൊക്കെ ഈ ഇമാം നബവി തങ്ങളുടെ ഈ മിൻഹാജ് കാണാതെ പഠിക്കണമെന്ന മൂപ്പർ പറയുന്നത്. മിൻഹാജ് കാണാതെ പഠിക്കണോ? അത് ഓരോ ദിവസം എടുക്കുന്ന പാഠം അതാത് ദിവസം പഠിച്ചാൽ കാണാതെ പഠിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.